വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് പന്തീരങ്കാവിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇലക്ട്രിസിറ്റി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധിക ഭാരം നമ്മുടെ തലയിൽ കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത് 7500 കോടി രൂപയുടെ പുതിയ നികുതി നിർദ്ദേശമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിരിക്കുന്നത്. കൊല്ലത്തെ കരാറാണ്. ആ കരാർ ഈ ഡിസംബർ മാസം 30 അവസാനിക്കുകയാണ്. BOT വ്യവസ്ഥയിലാണ് ഈ കരാറ് EK നായനാർ കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയത്. ആ കരാറിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 25 കൊല്ലക്കാലം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ആ കരാറ്. എന്തിനാ? ഇവന്റെ ബാക്കി അവന് ഈ 25 കൊല്ലക്കാലം കൊണ്ട് നമ്മളെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉപയോഗിക്കേണ്ട ജലം ഉപയോഗിച്ചുകൊണ്ട് വിദ്യുച്ഛക്തി ഉണ്ടാക്കും. ആ വിദ്യുച്ഛക്തി ഉണ്ടാക്കി അവന്റെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 14.50 വിൽക്കും. എത്ര കോടി ലാഭം കിട്ടും? 25 കൊല്ലക്കാലം. ഇപ്പൊ 14.50 അവര് മിച്ചം വരുന്ന അവരുടെ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിച്ച് മിച്ചം വരുന്ന വിദ്യുച്ഛക്തി കേരള ഗവൺമെന്റ് വിൽക്കുന്നത് 14.50 ആ 14.50 കേരളം വാങ്ങാൻ തയ്യാറാണ്. ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. 25 കൊല്ലക്കാലത്തേക്ക് 200 കോടിയാണ്. ആ കാർബോറേഷൻ പദ്ധതി പ്രകാരം മാത്രം കേരളത്തിൽ നടന്ന അഴിമതി 200 കോടി. ഇവിടെ 200 കോടിയാണെങ്കിൽ കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യുച്ഛക്തി കരാറുകൾ റദ്ദാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയൊരു കരാർ ഇത്തരം കമ്പനികളുമായി ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന അഴിമതിയുടെ വ്യാപ്തി നമുക്ക് പരിശോധിക്കാം. 10,000 കോടി രൂപയുടെ അഴിമതിയാണ് ഈ ഇടപാടുകളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കുന്നത്. പന്തീരങ്കാവ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാണ് പെരുവയൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്.